എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷമുണ്ടായി. വളപ്പിൽ പ്രാർത്ഥനായജ്ഞം നടത്തുകയായിരുന്ന വിമത വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പോലീസും വിശ്വാസികളും തമ്മിൽ സംഘർഷവുമുണ്ടായി. സർക്കാർ വൈദികർക്കെതിരാണെന്നും സർക്കാർ പോലീസിനെ മതപോലീസാക്കിയെന്നും വിമത വൈദികർ ആരോപിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടാണ് വിമത വൈദികർ പള്ളിവളപ്പിൽ വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം തുടങ്ങിയത്. കുർബാന തർക്കമടക്കമുള്ള വിഷയങ്ങൾ സഭാ സിനഡ് ചർച്ച ചെയ്യുന്നതിനിടയിൽ അങ്കമാലിയിൽ ആരംഭിച്ച നിരാഹാര സമരം എറണാകുളത്തേക്ക് മാറ്റുകയായിരുന്നു. അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായ തീരുമാനമെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് അൽമായ മുന്നേറ്റം അടക്കമുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച പോലീസ് എത്തി പുറത്തുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും തങ്ങളുടെ മേൽവിലാസം സെന്റ് മേരീസ് പള്ളിയാണെന്ന് ചൂണ്ടിക്കാട്ടി വൈദികർ പ്രതിരോധിക്കുകയായിരുന്നു. പുലർച്ചെയായിരുന്നു പോലീസ് നടപടി. വൈദികർക്കെതിരെ പോലീസ് ബലം പ്രയോഗം നടത്തി. പോലീസ് വലിച്ചിഴച്ചെന്ന് വൈദികർ പറഞ്ഞു. എന്നെ അവരെ മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. വിശ്വാസികൾ തടിച്ചുകൂടിയതോടെ വീണ്ടും സംഘർഷമുണ്ടായി. പോലീസും വിശ്വാസികളും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ പ്രകടനം നടത്തി. വൈദികരെ പോലീസ് മാലിന്യം തള്ളുന്നതുപോലെ വലിച്ചെറിഞ്ഞെന്നും പോലീസ് നടപടിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കണമെന്നും വൈദികർ ആവശ്യപ്പെട്ടു. ഈ സർക്കാരിന് എറണാകുളം അങ്കമാലി അതിരൂപതയോട് യാതൊരു താല്പര്യവുമില്ല, ഞങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന പ്രശ്നം 21 പേരെ നിയമവിരുദ്ധമല്ലായിരുന്നെങ്കിൽ നിയമവിധേയമായിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമായിരുന്നു. നിയമവിരുദ്ധമായിട്ട് വലിച്ചഴിച്ച് പുറത്തിട്ടെങ്കിൽ അതിനെക്കുറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറയുന്നു? പോലീസ് നടപടിയിൽ വൈദികർക്ക് പരിക്കേറ്റെന്നും ഒരു വൈദികന്റെ കൈയൊടിഞ്ഞെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സർക്കാർ സമരം ചെയ്യുന്ന വൈദികർക്കെതിരാണെന്നാണ് പോലീസ് പറയുന്നതെന്നും സർക്കാർ പോലീസിനെ മതപോലീസാക്കിയെന്നും വൈദികർ ആരോപിച്ചു. ഇവിടുത്തെ സർക്കാർ ഈ പോലീസിനെ ഒരു മത പോലീസാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ ACP ജയകുമാർ വളരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞത്, ഞാൻ അച്ഛന്മാർക്കെതിരല്ല, പക്ഷേ ഇവിടുത്തെ സർക്കാർ എറണാകുളം അതിരൂപതയിലെ 6.5 ലക്ഷം വിശ്വാസികൾക്കും 450ഓളം വരുന്ന വൈദികർക്കും ആയിരക്കണക്കിനുള്ള സന്യാസികൾക്കും എതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസും വൈദിക ക്രിമിനലുകളുമാണ് നടപടിക്ക് പിന്നിലെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.